ഗുഡ് മോർണിംഗ് എവരി വൺ. ദിസ് ഈസ് അഡ്വക്കേറ്റ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈൻഡ് മാഗ്ന ട്രെയിനിങ് ആൻഡ് റിസർച്ച് നടത്തി വരുന്ന കരിയർ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ധാരാളം സൈക്കോളജി പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. നമ്മളെ മഞ്ചേരി സെൻറ്ററിൽ അതല്ലെങ്കിൽ മറ്റ് സ്കിൽ അക്കാഡമികളുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ധാരാളം പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സൈക്കോളജി റിലേറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ്. അതിൽ നമ്മൾ നടത്തി വരുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ പേരാണ് എനിയാഗ്രാം എന്ന് പറയുന്നത്. എനിയാഗ്രാം എന്നത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഒരു സൈക്കോളജി ക്യാരക്ടറിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ശാഖയാണ് എനിയാഗ്രാം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു 4-ാം നൂറ്റാണ്ട് വരെയൊക്കെ നമുക്ക് താഴോട്ട് എനിയാഗ്രാം ഹിസ്റ്ററി തപ്പിപ്പോയാൽ നമുക്ക് കിട്ടും. പ്രത്യേകിച്ചും ഈജിപ്ത് പോലുള്ള ഭാഗങ്ങളിൽ അന്ന് അവിടങ്ങളിൽ വസിച്ചിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു വന്ന ഒരു ശാസ്ത്രശാഖയായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും എത്തിപ്പെടുകയും അങ്ങനെ ഒരു വസ്തുത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾ പരസ്പരം തിരിച്ചറിയുകയും പ്രത്യേകിച്ചും മാനേജ്മെന്റ് തലത്തിൽ ഇതിനെ ക്രയവിക്രയം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആർക്കാണ് എനിയാഗ്രാം പഠിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 2 രൂപത്തിൽ നിങ്ങൾക്ക് അതിനെ ഉപകാരപ്പെടുത്താൻ പറ്റും. ഒന്ന്, സെൽഫ് റിയലൈസേഷൻ അതല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത്. ഇതിൽ താല്പര്യമുള്ള ഏതൊരു ഇൻഡിവിജ്വലിനും ഏതൊരു വ്യക്തിക്കും ഈ പ്രോഗ്രാം വളരെ ഉപകാരപ്പെടും, എനിയാഗ്രാം എന്ന പ്രോഗ്രാം. അതേ അവസരത്തിൽ നിങ്ങൾ മാനേജ്മെന്റ് തലത്തിൽ പ്രവർത്തിക്കുകയോ സൂപ്പർവൈസറി ജോലികളിൽ പ്രവർത്തിക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി സ്ഥാപനം നടത്തുകയോ ചെയ്യുന്ന ആളുകൾ ആണ് എങ്കിൽ നിങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എത്രക്കാർ ആണ് എന്ന് തിരിച്ചറിവ് നൽകുന്ന ഏതാനും ഇൻസൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം പ്രോഗ്രാമിൽ നിന്നാണ്. നമ്മൾ പലപ്പോഴും ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ അത് ഒരു വ്യക്തിയായിട്ടും ഒരു ക്യാരക്ടറായിട്ടും നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതേ വ്യക്തിയിൽ തന്നെ വിവിധ ക്യാരക്ടർ വരികയും നമ്മൾ അത്തരം വിവിധ ക്യാരക്ടേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതിൽ ഏത് ക്യാരക്ടറാണ് കൂടുതൽ പെർഫോം ചെയ്ത് നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യക്തിക്ക് ഇന്ന ഏരിയയിൽ കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ കൂടുതൽ പ്രശ്നം നിലനിൽക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. സാധാരണ സൈക്കോളജി എന്ന് പറയുന്നത്, മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും ഓരോ മനഃശാസ്ത്രം എന്നാണ് നമ്മൾ പറയാറ്. ദാറ്റ്സ് എ ഫണ്ടമെൻ്റൽ തോട്ട്. നിങ്ങൾ സൈക്കോളജി പഠിച്ച ഏതൊരാൾക്കും, നിങ്ങൾ സൈക്കോളജിയിൽ BA MA ചെയ്ത ആളുകളോ അതല്ലെങ്കിൽ MSc സൈക്കോളജി ചെയ്ത ആളുകളോ ഒക്കെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കും. എന്താണ് സൈക്കോളജി എന്നും എങ്ങനെയാണ് സൈക്കോളജി പ്രവർത്തിക്കുന്നത് എന്നും എങ്ങനെയാണ് മറ്റു ശാസ്ത്ര ശാഖകളിൽ നിന്നും സൈക്കോളജി എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നും. ഒരു ശാസ്ത്രം ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്നും, എന്നാൽ ശാസ്ത്രം അംഗീകരിക്കാത്ത പല ഭാഗങ്ങളും സൈക്കോളജിയിൽ ഇന്നും നിലനിൽക്കുന്നു എന്നൊരു നിഗൂഢതയും നിലനിൽക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്ര ശാഖയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് അങ്ങനെ പറയാൻ കാരണം, സയൻറ്റിഫിക്കലി നമുക്കൊരു ശാസ്ത്രം എന്ന് വിളിക്കണമെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയി നമുക്ക് അതിനെ തെളിയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം. മനസ്സ് എന്നത് നമുക്ക് കാണാനോ അതല്ലെങ്കിൽ തൊട്ടു നോക്കാനോ പറ്റാത്ത ഒരു വസ്തു ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ചിന്തയായതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കൃത്യമായ രൂപത്തിൽ അതിനെ മറ്റു ശാസ്ത്രശാഖകളെ പോലെ തെളിയിക്കാനോ വിശദീകരിക്കാനോ കഴിയാറില്ല. എന്നാൽ പോലും നമ്മൾ പഠിച്ചതിൻ്റെയും മനസ്സിലാക്കിയതിൻ്റെയും ഒരു ആകത്തുകയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നും ലോകത്ത് സൈക്കോളജി എന്ന ശാസ്ത്രശാഖയെ എല്ലാ ആളുകളും കൈകാര്യം ചെയ്യുന്നത്. വളരെ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് ഈ ശാസ്ത്രശാഖയെ പഠിക്കണമെങ്കിൽ
ഒരു MSc സൈക്കോളജി വരെയൊക്കെ പഠിച്ച ആളുകളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ വളരെ കൃത്യമായും യുക്തമായും ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനഃശാസ്ത്ര ശാഖയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എനിയാഗ്രാം, NLP, ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നീ ഇത്തരം ട്രെയിനിങ്ങുകളെല്ലാം. ഇതെല്ലാം നമ്മുടെ മൈൻഡ് മാഗ്നയുടെ കീഴിൽ പല സന്ദർഭങ്ങളിലായി ഓൺലൈൻ, ഓഫ്‌ലൈനായി നമ്മൾ നടത്തി വരുന്നുണ്ട്. അത്തരം പ്രോഗ്രാമിൽ ചേരാനും പങ്കെടുക്കാനും താല്പര്യമുള്ള ആളുകൾ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം പ്രോഗ്രാമുകളെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി നിർദ്ദേശം നൽകുകയും നിങ്ങൾക്ക് ഓൺലൈൻ ആയിക്കൊണ്ടും ഓഫ്‌ലൈൻ ആയിക്കൊണ്ടും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനും പങ്കെടുക്കാനും കഴിയും. ഇനി എന്തുകൊണ്ടാണ് ഏനിയാഗ്രാം നല്ലത് എന്നും നമ്മളത് പഠിക്കണമെന്നും പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ട്രാൻസാക്ഷൻ അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ 3 ആയി തരംതിരിച്ച് പഠിക്കുന്നുണ്ട്. അതേ അവസരത്തിൽ അതേ വ്യക്തിയെ നിങ്ങൾ എനിയാഗ്രാം പ്ലാറ്റ്ഫോമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 9 ആയി പരിഗണിക്കുന്നുണ്ട്. ഇനി മയേഴ്സ് ബ്രിഗ് എന്ന മറ്റൊരു ശാസ്ത്രശാഖ, സൈക്കോളജിയുടെ മറ്റൊരു ശാസ്ത്രശാഖയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമ്മൾ 16 ആയി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് ശരിയെന്ന് ചോദിച്ചാൽ എല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെ ഉപകാരപ്പെടുത്തുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതെല്ലാം നമുക്ക് ഉപകാരപ്പെടുന്നത്. ഇനി എന്താണ് എനിയാഗ്രാം നൽകുന്ന ഐഡന്റിറ്റി എന്ന് നോക്കാം. എനിയാഗ്രാം നമ്മോട് പറയുന്നത് ജനറലി ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തികളിലും നമുക്ക് 9 ക്യാരക്ടേഴ്സ് ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഈ 9 ക്യാരക്ടേഴ്സും ഒരു വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നാണോ പറയുന്നത്? അല്ല, ഓരോ വ്യക്തികളിലും ഓരോ ക്യാരക്ടേഴ്സ് ഒളിഞ്ഞിരിക്കുന്നു എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ എല്ലാ ക്യാരക്ടേഴ്സും ഒരു വ്യക്തിയിൽ ഒരേ സമയം ഒളിഞ്ഞിരിക്കുന്നതോടൊപ്പം അതിൽ ഒരു ക്യാരക്ടർ നമ്മളിൽ കൂടുതൽ പെർഫോം ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ എനിയാഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് ക്യാരക്ടർ ഉള്ള ആളുകളാണ് എങ്ങനെ പെർഫോം ചെയ്യുന്നത്, അത്തരം ആളുകളുടെ ഒരു മൈൻഡ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയായിരിക്കും, അവരുടെ വേ ഓഫ് തിങ്കിങ് എങ്ങനെയായിരിക്കും, അത്തരം ആളുകളുമായി ഇടപെട്ട് കഴിഞ്ഞാൽ വാട്ട് ആർ ദ റിസൾട്ട്സ് യു ക്യാൻ ഗെറ്റ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എനിയാഗ്രാം ഈസ് ദ ബെസ്റ്റ് സയൻസ് യു സപ്പോസ് ടു ലേൺ. ഇതിൽ പറയുന്നത്, ഇതിൽ 9 ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് പീസ് മേക്കർ. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പീസ് മേക്കർ. അതായത് ജനത്തിനും തനിക്കും സമാധാനം, സന്തോഷം മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗമാണ്. മറ്റൊന്നാണ് ആർട്ടിസ്റ്റ്. അപ്പം നിങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമാ ലോകം, ചിത്രകലാവേദികൾ എല്ലാം തന്നെ ഇത്തരം ആളുകളുടെ ലോകമാണ്. അതുപോലത്തെ പീസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ രാഷ്ട്രീയക്കാരനാവാം, അല്ലെങ്കിൽ ഒരു ലോയർ ആവാം, കോടതികളാവാം, കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ആവാം. ഇവരൊക്കെ പീസ് മേക്കേഴ്സ് ചെയ്യുന്ന ആളുകളാണ്. ദി ചലഞ്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഏജ് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ അവർ പല റിസ്കി ജോബുകളും ചെയ്യുന്നതിൽ താല്പര്യമുള്ള ആളുകളാണ്. ഇപ്പോൾ ഫയർഫോഴ്സ്, ഇത്തരം ആളുകളൊക്കെ അവരുടെ സൈക്കോളജി എന്ന് പറയുന്നത് ഇത്തരം ഈ ചലഞ്ചിങ് ജോബുകൾ ഏറ്റെടുക്കാനുള്ള സൈക്കോളജിയാണ്. ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിക് മെൻറ്റാലിറ്റി ഉള്ള ആളെ നമുക്ക് ഒരു ഫയർഫോഴ്സ് ജോലിയിലേക്ക് നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു ക്രെഡൻഷ്യൽസ് നോക്കി വേണം നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്താൻ. പിന്നെ മറ്റൊന്നാണ് ഹെൽപ്പർ എന്ന് പറയുന്നത്. ഹെൽപ്പർ എന്ന് പറയുന്നത് അദ്ദേഹം പല വേദികളിലും മറ്റുള്ളവർക്ക് വേണ്ടി താങ്ങും തണലായി നിൽക്കുന്ന അത്തരം ആളുകളെയാണ് നമ്മൾ ഹെൽപ്പർ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്നാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. ഇത്തരം ആളുകളുടെ ഒരു ഗുണം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ജോലികളിൽ, അതുപോലെ ഫൈനാൻസുകളിൽ, ക്രിട്ടിക്കലായി തിങ്കിങ് ഏരിയകളിൽ, ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഏറ്റവും പെർഫെക്റ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റർ സൈക്കോളജിയുള്ള ആളുകളാണ്. പിന്നെ മറ്റൊന്നാണ് അച്ചീവർ, അതായത് നേട്ടങ്ങൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ. ഇത്തരം ആളുകളുടെ നമ്മുടെ കൂട്ടത്തിലുണ്ട് എങ്കിൽ ഇത്തരം ആളുകളെ തെരഞ്ഞു പിടിച്ച് നിങ്ങൾ മാനേജീരിയൽ പോസ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അവർ നന്നായി പെർഫോം ചെയ്യുകയും നന്നായി റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഗാർഡിയൻ.
ഗാർഡിയൻ എന്ന് പറയുന്നതും പീസ് മേക്കർ എന്ന് പറയുന്നതും ആൾമോസ്റ്റ് സിമിലർ ആണെങ്കിൽ പോലും അവരുടെ ഒരു വേ ഓഫ് തിങ്കിങ്ങും കെയർ ആൻഡ് എന്താ എന്താ ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ് ഇത്തരം കാര്യങ്ങളെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പിന്നെ മറ്റൊന്നാണ് റിഫോർമർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഏരിയകൾ നമ്മൾ കൃത്യമായി വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ ഇത് എന്നിലുണ്ടോ എന്ന് ആദ്യം നമ്മൾ കണ്ടെത്തണം. അതിനുശേഷം ഇല്ല എങ്കിൽ എത്ര പെർസെൻറ്റേജ് നമ്മുടെ ലൈഫിൽ ഇന്ന ഏരിയ നമ്മൾ ഡെവലപ്പ് ചെയ്തു വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് കൊണ്ട് നമ്മൾ ഒരു 6 മാസത്തെ ഒരു പ്രോസസ്സിലൂടെയാണ് ഒരു വ്യക്തിയെ നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് 2 ഡേയ്സ് റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണെങ്കിൽ പോലും ഇത് നിങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ആളുകളെ ഒരു 6 മാസത്തെ പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുവരികയും അതിലൂടെ അവരിൽ മാറ്റം വരുത്തുകയും ചെയ്ത ശേഷമാണ് നമ്മൾ അത്തരം ആളുകൾക്ക് ജോബ് റിലേറ്റഡ് ഏരിയകളിലേക്ക് അവരെ കൊണ്ടുവരുന്നതും അവർക്ക് കരിയർ ഗൈഡൻസ് നൽകുന്നതും ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ നിങ്ങൾ ആർക്കെങ്കിലും കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭാവിയിൽ നല്ല ജോലി, നല്ല ശമ്പളം അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്തമുള്ള പൊസിഷൻസ് എല്ലാം നേടണമെങ്കിൽ ഇത്തരം പ്രോഗ്രാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നമ്മുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ട്രെയിനിങ് ആണെങ്കിൽ പോലും നമുക്ക് ഓൺലൈൻ പ്രോഗ്രാംസ് ഇത് തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും 4 5 ദിവസം എടുത്ത് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആളുകൾ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും 2 3 മണിക്കൂറായിരിക്കും ഒരു ദിവസം ചെയ്യുന്നത്. സോ ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ് വിൽ ബി അറൗണ്ട് 3 to 4 ഡേയ്സ് പ്രോഗ്രാം. അപ്പോൾ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നമ്മുടെ എനിയഗ്രാം ബാച്ച് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്ത ബാച്ചിലേക്ക് ഓൺലൈൻ ആയിക്കൊണ്ടോ ഓഫ്ലൈൻ ആയിക്കൊണ്ടോ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം. നിങ്ങൾക്ക് ഏത് ബാച്ചിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ എനിയാഗ്രാം ഈസ് എ വെരി ഗുഡ് സയൻസ്. ഇനി ഈ സയൻസ് 4-ാം നൂറ്റാണ്ട് മുതൽ തന്നെ നമ്മൾ ഉണ്ട് എന്ന് പറയുന്നതോടുകൂടി ഇതിനെ ഒരു വലിയ ശാസ്ത്രശാഖയായി അല്ലെങ്കിൽ ശാസ്ത്രത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് 19-ാം നൂറ്റാണ്ട് മുതലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരുകൾ എന്ന് പറയുന്നത് ജോർജ് ഗുർജേഫ്, അതുപോലെ ഓസ്കർ ഇക്കാസോ, ക്ലാഡിയോ നറഞ്ചോ, ഈ 3 വ്യക്തികളാണ് ഇതിനെ ഒരു ഡയഗ്രാം ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുന്നതും ഈ ചിന്തകളെ ഒരു ശാസ്ത്രീയ രൂപത്തിലേക്ക്, ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതും അതിനെ തന്നെ ഓരോ ഘടകങ്ങളുടെ ഓരോ ട്രേറ്റ്സ് കണ്ടെത്തുന്നതും ഈ 3 ആളുകളുടെ പരിശ്രമ ഫലമായാണ്. അതിനുശേഷമാണ് ഒരു 1960-ന് ശേഷമാണ് വളരെയധികം ശാസ്ത്രീയമായി ഇതിനെ ആളുകൾ പഠിക്കാൻ തുടങ്ങുന്നതും ഉപയോഗിക്കാൻ തുടങ്ങുന്നതും. ഇന്നത്തെ കാലത്ത് എനിയാഗ്രാം എന്ന് പറയുന്നത് പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ വളരെ ലീൻ, വളരെ എന്താ പറയാ, ഒരു ശാസ്ത്രീയത നമുക്ക് തോന്നാത്ത രൂപത്തിലാണ് പല കോഴ്സുകളും നടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിലൊരു ശാസ്ത്രമുണ്ട് എന്നും ഇതിനെ ഉപകാരപ്പെടുത്താൻ പറ്റുമെന്നും നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മറ്റു കോഴ്സുകളോട് കൂടി ചേർത്തുകൊണ്ടാണ് നമ്മളിതിനെ പഠിപ്പിക്കേണ്ടത്. ഇത് നമ്മൾ ചെയ്യുന്നത് മൈൻഡ് ബാങ്കിനെ ട്രെയിനിങ് ആൻഡ് റിസർച്ച് ചെയ്യുന്നത് നമുക്ക് വരുന്ന മാനേജ്മെൻറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ട്രെയിനിങ്ങിൽ ഇത് വരുന്നുണ്ട്. അതുപോലെ കരിയർ കൗൺസിലിങ്ങിൽ ഇത് വരുന്നുണ്ട്. അതുപോലെ മറ്റ് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെയും ഒരു ഭാഗമായിക്കൊണ്ട് നമ്മൾ എനിയാഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ സ്പെഷ്യൽ പ്രോഗ്രാം ഫോർ എനിയാഗ്രാം എന്ന് പറയുന്നത് ഒരു 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. അത്തരം പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മഞ്ചേരി സെൻറ്ററിൽ വന്ന് 2 ദിവസം താമസിച്ചുകൊണ്ട് നിങ്ങൾക്കത് പഠിക്കാനും ഉപകാരപ്പെടുത്താനും കഴിയും. ഇഫ് നോട്ട്, യാത്ര ചെയ്യാനോ വരാനോ പറ്റാത്ത ആളുകളാണ് എങ്കിൽ definitely you can join with our online program. So wish you all the best and contact us and be part of Mind Magnet training and research. Thank you very much.